ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വാഴയിലയിൽ പൊതിഞ്ഞെടുത്ത ആവി പുട്ടും. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പരിപ്പ് കറി വീഡിയോ കൂടിയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യവും പുട്ട് തയ്യാറാക്കാറുണ്ട്. എങ്കിൽ തന്നെ നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു പുട്ടിനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഏതൊരു ഭക്ഷണവും വാഴയിലയിൽ പൊതിഞ്ഞ് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണവും രുചിയൊക്കെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പുട്ടിനെ വേവിച്ചെടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്. ഒരിക്കലുണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളിത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. എല്ലാ വീടുകളിലും നമ്മൾ മിക്കപ്പോഴും തയ്യാറാക്കുന്ന ഒന്നാണ് ഈ ഒരു പുട്ട്. ഈ ഒരു പുട്ടിനെ വളരെ സ്വാദിഷ്ടമായി തയ്യാറാക്കുന്ന ഒരു രീതി കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു പരിപ്പ് കറി തയ്യാറാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഒരു 3 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയാണ്. എല്ലാ വീടുകളിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ട്. ഇനി നിങ്ങൾ പുട്ട് തയ്യാറാക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകൾ തരാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കണേ. നിങ്ങൾ തരുന്ന ഓരോ വാക്കുമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ എടുക്കാനുള്ള പ്രചോദനം കൂടിയാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് വാഴയിലയിൽ പൊതിഞ്ഞെടുത്ത പുട്ടും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പരിപ്പ് കറിയും തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1.5 കപ്പ് അളവിലാണ് പുട്ടുപൊടി എടുത്തിട്ടുള്ളത്. ഇനി പുട്ടുപൊടിയെ ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ പുട്ടുപൊടിയെ നനച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 1.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുട്ടുപൊടിയെ നനച്ചെടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഇതിനെ ഒന്ന് നനച്ചെടുക്കാനായിട്ടും. 1 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴും നമ്മുടെ പുട്ടുപൊടി നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്കിതിനെ നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള 1.5 കപ്പ് പുട്ടുപൊടിക്ക് 1.5 കപ്പ് അളവിൽ തന്നെ വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പുട്ടിന് സൈഡ് ഡിഷായിട്ടുള്ള പരിപ്പ് കറി തയ്യാറാക്കാം. ഇതിനായിട്ട് 250 ഗ്രാം അളവുള്ള കപ്പിൽ 1 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി പരിപ്പിനെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുക്കറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് പരിപ്പിന് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്ത് ചേർക്കുവാണ്. കൂടെ തന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കീറിയതിന് ശേഷം പരിപ്പിലേക്ക് ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 സ്പൂണിൽ അളവിലും പകുതിയായിട്ട് മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം പരിപ്പിനെ വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. ഒരു 3 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. 3 വിസിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ എയറെല്ലാം പോയി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കുക്കറിനെ ഒന്ന് തുറന്ന് നോക്കുവാണ്. നമ്മുടെ പരിപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പരിപ്പിനെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് താളിച്ചുകൂടി എടുക്കാം. ഇനി നമുക്ക് ഈ പരിപ്പിനെ ഒരു മൺചട്ടിയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പരിപ്പിനെ മൺചട്ടിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിലൊരു താളിപ്പ് കൂടെ ചേർക്കണം. ഇതിനായിട്ടൊരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ 1 സ്പൂൺ അളവിൽ കടുക് കൂടെ ചേർത്തിട്ടുണ്ട്. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 6 അല്ലി കൊച്ചുള്ളിയെ കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. കൊച്ചുള്ളിയെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഉള്ളി നല്ലതുപോലെ മുരിഞ്ഞു പാകായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലേക്ക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള പരിപ്പിലേക്കാണ് ഇതിനെ ചേർത്ത് കൊടുക്കേണ്ടത്. പരിപ്പിലേക്ക് താളിപ്പിനെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. പരിപ്പ് കറി തയ്യാറാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ പുട്ടുപൊടി നല്ലപോലെ സോഫ്റ്റായൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇതിനാവശ്യമായത് തന്നെയാണ്.
ഒരു തരി പോലും കട്ടകളൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മുടെ പുട്ടുപൊടിയെ ഞാനിവിടെ നനച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കുടൻ തന്നെ പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മളിന്ന് പുട്ട് തയ്യാറാക്കാൻ പോകുന്നത് പുട്ടുകണയിൽ വെച്ചല്ലാട്ടോ, ഇതുപോലെ വാഴയിലയിൽ നിറച്ചെടുത്തിട്ടാണ്. വാഴയിലയിൽ പൊതിഞ്ഞ ആവിയിൽ വേവിച്ചെടുക്കുന്ന പുട്ടിന് അപാര സ്വാദാണ്. ഇനി ഈ വാഴയിലയെ ഒന്ന് മടക്കിയതിന് ശേഷം രണ്ട് ഭാഗത്തും ഒരു ഈർക്കിലി കൂടെ കുത്തിവെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മടക്കിയൊക്കെ എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതിനെ മടക്കിയെടുക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ വാഴയിലയെ ഒന്ന് വാട്ടിയതിന് ശേഷമായിരിക്കണം എടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വാഴയിലയുടെ അറ്റത്ത് രണ്ട് വശവും ഈർക്കിലിയെ കുത്തിവെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ വാഴയിലയെ ഒരു ആവി വരുന്ന അപ്പച്ചമ്പിനകത്തേക്കാണ് വെച്ചു കൊടുക്കേണ്ടത്. രണ്ട് വശവും കുത്തിയെടുത്തിട്ടുള്ള വാഴയിലയെ ഞാനിവിടെ ഒരു ആവിപാത്രത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് ഇതിലേക്കൊന്ന് വാരിയിട്ട് കൊടുക്കുന്നത്. ആദ്യം തേങ്ങയാണ് ഇതിലേക്ക് നിറച്ചിട്ടുള്ളത്. കൂടെ തന്നെ നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടിയെ കൂടിയാണ് വാരിയിട്ട് കൊടുക്കുന്നത്. പുട്ടുപൊടിയെ വാരിയിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചും ഇതുപോലെ തന്നെ നിറച്ചെടുക്കാവുന്നതാണ്. നമ്മളിവിടെ ആദ്യത്തെ വാഴയിലയിൽ പുട്ടുപൊടി നിറച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്തത് കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. വാഴയിലയിൽ പുട്ടുപൊടിയെ നിറച്ചെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെയാണ് ഞാനിതിനെ നിറച്ചെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വാഴയിലയിലും പുട്ട് നിരത്തിയെടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള എല്ലാ പുട്ടുപൊടിയും നമ്മുടെ വാഴയിലയിലേക്കൊന്ന് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ആവിപാത്രത്തിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഇനി പുട്ട് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് പരിപ്പ് കറി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ പരിപ്പ് കറി വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു പരിപ്പ് കറിയെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം വിളമ്പാനും ഈ ഒരു കറിക്ക് നല്ല സ്വാദാണ്. അതുപോലെ പരിപ്പിനെ വേവിച്ചെടുക്കുമ്പോൾ അധികം വെന്തു കുഴയാതെ തന്നെ വേണം വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മുടെ പരിപ്പ് കറിക്ക് നല്ല സ്വാദുണ്ടാവുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പുട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി കൂടെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പുട്ട് നല്ല രീതിയിൽ തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പുട്ടിൻ്റെ ചൂടാറിയതിന് ശേഷം ആവിപാത്രത്തിൽ നിന്നും ഒന്ന് എടുത്ത് നോക്കുവാണ്. നമ്മുടെ പുട്ടിൻ്റെ രണ്ട് ഭാഗവും കറക്റ്റായിട്ട് തന്നെ നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുട്ടിനെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുത്തിവെച്ചിട്ടുള്ള ഈർക്കിലി കൂടെ ഒന്ന് എടുത്തു മാറ്റാം. ഈർക്കിലി കൂടി എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ വാഴയിലയുടെ അറ്റത്ത് പിടിച്ച് ഇതുപോലെ ഒന്ന് വാഴയില നീക്കി കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പുട്ടുകണയിൽ ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പുട്ടിൻ്റെയും വാഴയില ഒന്ന് നീക്കം ചെയ്യാം. അപ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കൂട്ടുകാരെ നമ്മൾ പുട്ടുകണയൊന്നും തന്നെ ഉപയോഗിക്കാതെ വാഴയിലയിൽ നിറച്ച് ഇതുപോലെ നല്ല അടിപൊളി പുട്ടിനെ വേവിച്ചെടുത്തിട്ടുള്ളത്. വാഴയിലയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾക്ക് വളരെ സ്വാദ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് വാഴയിലയിൽ നിറച്ചെടുത്ത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ പുട്ടിന് അപാര സ്വാദാണ്. അതും വളരെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കൈകൊണ്ട് തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ് നമ്മുടെ പുട്ടിനെ ഇവിടെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളതും. വീടുകളിൽ നമ്മൾ നിത്യവും പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇനി നിങ്ങൾ അടുത്ത തവണ പുട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലൊരു റെസിപ്പിയെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനലിൽ കൂടെ ഞാനിപ്പോൾ പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിയും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വാഴയിലയിൽ പൊതിഞ്ഞ് ഈ ഒരു പുട്ടിനെ വേവിച്ചെടുക്കുമ്പോൾ ഇതിന് അപാര സ്വാദാണ്. നല്ല ചൂട് പുട്ടിലേക്ക് കുറച്ച് പരിപ്പ് കറി ഒഴിച്ച് കഴിക്കാനായിട്ടും സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇന്നെൻ്റെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ വളരെ യൂസ്ഫുള്ളാണ്. എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.